ആർ ശ്രീലേഖ എടുക്കുന്ന ചില നിലപാടുകൾ അത് പലപ്പോഴും വലിയ ചർച്ചയായിട്ടുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ തന്നെ പലപ്പോഴും എടുത്ത നിലപാടുകൾ വലിയ ചർച്ചയാവുകയും BJP നേതൃത്വത്തെ വെട്ടിലാക്കുന്ന പ്രതിരോധത്തിലാക്കുന്ന പല കാര്യങ്ങളും ആർ ശ്രീലേഖ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിലവിൽ തിരഞ്ഞെടുത്ത കൗൺസിലർമാർക്കിടയിൽ പോലും ആർ ശ്രീലേഖയ്ക്കെതിരെ വലിയ അതൃപ്തിയും മറ്റുമൊക്കെ ഉള്ളത്. നേതാക്കൾക്കിടയിൽ പോലും BJPയുടെ നേതാക്കൾക്കിടയിൽ പോലും ആർ ശ്രീലേഖ മേയറാവുന്നതിനോട് വലിയ ഒരു എതിർപ്പ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പോൾ മുൻപരിചയമുള്ള PV രാജേഷിൻ്റെ പേരിലേക്ക് തന്നെ എത്തിയത്. ഇനി മറ്റ് ഘടകങ്ങളൊന്നും തന്നെ പരിഗണിച്ചില്ലെങ്കിൽ, അതായത് വേറെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ PV രാജേഷ് തന്നെയായിരിക്കും മേയറാവുക. മറ്റു പേരിലേക്കൊന്നും പോകത്തില്ല. ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി അത് ഇനി ആരാകുമെന്നുള്ളത് കൂടി ഒരു ട്വിസ്റ്റാണ്. കാരണം സിമി ജ്യോതിഷിൻ്റെ പേര്, ആശാനാഥിൻ്റെ പേര് അടക്കമുള്ള പേരുകളൊക്കെ തന്നെ മുമ്പിലുണ്ട്. ആർ ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയർ ആക്കണ്ട എന്ന് കൂടിയും തീരുമാനിച്ചിട്ടുണ്ട്. പകരം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജയസാധ്യതയുള്ള വട്ടിയൂർക്കാവ് അടക്കം ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയായിരിക്കും BJP നേതൃത്വം അവരെ അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ അനുനയ നീക്കമൊക്കെ തന്നെ നടത്തിയിരുന്നു. വീട്ടിലെത്തി തന്നെ S സുരേഷും കരമന ജയനും ഒക്കെ ആർ ശ്രീലേഖയുമായിട്ടൊക്കെ സംസാരിച്ച് അതിലൊരു ധാരണ എത്തി എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ ആരായിരിക്കും ഈ 45 വർഷം ശേഷം ഭരണമാറ്റമുണ്ടായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യത്തെ BJP മേയറാവുക എന്നുള്ളത് ഇതിന്റെ കാത്തിരിപ്പ്. സനൂപ്, ഇപ്പോൾ ശ്രീലേഖ മേയറാവുന്നതിൽ താല്പര്യമില്ലാത്ത ഒരു വിഭാഗം ആൾക്കാർ BJPക്ക് അകത്തുണ്ടെന്ന് ശരിയാണ്. പക്ഷേ VV രാജേഷിന് പൂർണ്ണമായ ഒരു പിന്തുണ BJPക്ക് അകത്തു നിന്ന് ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എതിർപ്പ് ഉന്നയിച്ച് ആരെങ്കിലും രംഗത്തെത്തിയിട്ടുണ്ടോ? ജീന, ഇപ്പൊ തന്നെ ഉടനെ പ്രഖ്യാപനം ഉണ്ടാവും വേദിയിലേക്ക്, അതായത് ഈ പത്രസമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് ആർ ശ്രീലേഖ, കരമന ജയൻ, S സുരേഷ് അടക്കമുള്ള BJPയുടെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. പ്രഖ്യാപനം ഇവിടെ തന്നെ ഉണ്ടാവുമെന്നാണ് അല്പസമയം മുമ്പ് S സുരേഷും വ്യക്തമാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേയർ സ്ഥാനാർത്ഥിയെയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയുടെയും BJPയുടെ രണ്ടുപേരുടെയും പ്രഖ്യാപനം ഇവിടെ തന്നെ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസ് വെച്ച് തന്നെ നടത്താൻ തന്നെയാണ് തീരുമാനം. ഡൽഹിയിൽ നിന്നുള്ള അറിയിപ്പ് നേതാക്കൾക്ക് കിട്ടിയെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഏതായാലും സനൂപ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉടൻ തന്നെ തിരുവനന്തപുരം മേയർ ആരാകും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. BJPയുടെ പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. VV രാജേഷിനാണ് സാധ്യത. 99% സാധ്യത VV രാജേഷിനാണ് എന്നാണ് മനസ്സിലാകുന്നത്. പ്രഖ്യാപനം ഇപ്പോൾ തന്നെ ഉണ്ടാകും. ആർ ശ്രീലേഖയുടെ പേര് തുടക്കത്തിലുണ്ടായെങ്കിലും ഒരു വിഭാഗത്തിനുള്ള അതൃപ്തി, ഒപ്പം തന്നെ ആർ ശ്രീലേഖയ്ക്ക് കുറവായ ഈ പ്രവൃത്തി പരിചയം, രാഷ്ട്രീയത്തിലുള്ള പ്രവൃത്തി പരിചയത്തിൽ കുറവ്, ഇതൊക്കെ ഒരു മാനദണ്ഡമായി മാറ്റി നിർത്താൻ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും RSSന്റെ പിന്തുണ പൂർണ്ണമായും VV രാജേഷിന് ഉണ്ടായിരുന്നു. ഇത് നിർണായകമായി എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും നീണ്ട ചർച്ചകൾക്കൊടുവിൽ BJPയുടെ പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. തിരുവനന്തപുരം മേയറെയും ഡെപ്യൂട്ടി മേയറെയും ഉടൻ പ്രഖ്യാപിക്കും. ഏതായാലും തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് VV രാജേഷിന് സാധ്യതയേറിയിട്ടുണ്ട്. 99% അദ്ദേഹം തന്നെയാണ് മേയർ ആവുക എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി. യോഗത്തിൽ അത്തരത്തിലൊരു തീരുമാനത്തിൽ BJP എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ പ്രഖ്യാപനം നടത്തും. അതിനുള്ള ചർച്ചകളൊക്കെ നടന്നതിന് ശേഷം അവർ വേദിയിൽ എത്തിയിട്ടുണ്ട്. ശ്രീലേഖയുടെ പേരാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും വളരെ പെട്ടെന്ന് ആ പേര് മാറുന്നതാണ് നമ്മൾ കണ്ടത്. അതിലൊരു വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചു. പ്രധാനമായും സംസ്ഥാനത്തിന്റെ മുൻ DGP എന്ന നിലയിലൊക്കെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് BJP തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവന്ന പേരായിരുന്നു ആ ശ്രീലേഖയുടേത്. മേയറാകുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിരുന്നു. പക്ഷേ ഒരു വിഭാഗത്തിന് ഉണ്ടായ എതിർപ്പ് ഇതിൽ നിർണായകമായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം VV രാജേഷിന് RSS നൽകിയ പിന്തുണ ഇതിൽ അദ്ദേഹത്തിന് പേരിന് മുൻതൂക്കം ലഭിക്കാൻ കാരണമായി. ഒപ്പം തന്നെ ശ്രീലേഖയ്ക്കുള്ള ഈ പൊളിറ്റിക്സിലുള്ള രാഷ്ട്രീയത്തിലുള്ള പ്രവൃത്തി പരിചയ കുറവ് ഒക്കെ അവരെ മാറ്റി നിർത്താൻ ഒരു കാരണമായി എന്നാണ് മനസ്സിലാക്കുന്നത്. VV രാജേഷ് നേരത്തെ നമ്മളോട് പ്രതികരിച്ചത് ഒന്നും പറയാറായിട്ടില്ല, പാർട്ടി പറയുമെന്നാണ് പറഞ്ഞത്. എന്തായാലും അനുനയ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും. പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും അമ്പലത്തറ വാർഡിലെ കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീമതി സിമി ജ്യോതിഷിനെ